അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സീദി റസൂലില്ലാഹ്. അല്ലാഹു സുബ്ഹാന പരിശുദ്ധമായ ഈ സദസ്സ് പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വല്ലാത്തൊരു സന്തോഷമാണ് ഈ മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ. നമ്മളിവിടെ സംസാരിക്കുന്നത് ആരെക്കുറിച്ചാ? നമ്മെ പടച്ച നമ്മുടെ നാഥനായ റബ്ബുൽ ആലമീനായ അള്ളാഹിനെ കുറിച്ചാണ്. അവൻ എന്തിനാ നമ്മളെ പഠിച്ചത്? എന്തിനാ നമ്മളെ പഠിച്ചത്? അവനെ ആരാധിക്കാൻ. പിന്നെ വെറുതെ അങ്ങനെ ആരാധിക്കാനാണോ? നമ്മളിങ്ങനെ അങ്ങോട്ട് പടച്ചു വിടുക, നമ്മൾ കുറെ ഇങ്ങനെ തലകുത്തി മറിയാം, അതുകൊണ്ട് ഇപ്പൊ പടച്ചോനെന്താ? വെറുതെ ആരാധിക്കാനല്ല, അവനെ അറിഞ്ഞ് ആരാധിക്കാനാണ്, അവനെ തിരിച്ചറിഞ്ഞ് ആരാധിക്കാനാണ്, അല്ലേ? അങ്ങനെയുള്ള മഅരിഫത്തിന്റെ വിജ്ഞാനം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉഷാറല്ലേ എല്ലാവരും? ഉഷാറല്ലേ? അല്ലേ? അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ بل وأشرف منه يا سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا إله لا إله إلا الله لا إله إلا الله محمد رسول الله إننا نرجو إلى إننا نرجو إلى إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي لا إله لا إله إلا الله لا إله إلا الله محمد رسول الله ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي لا إله لا إله إلا الله الله لا إله إلا الله محمد رسول الله. ഈ വരികളൊക്കെ ചൊല്ലുമ്പോ നമ്മൾ അബ്ദുള്ളയായി മാറണം. ആരായി മാറണം? ആരായി മാറണം? അള്ളാന്റെ അടിമയാകണമെങ്കിൽ നമുക്ക് സഞ്ചരിക്കേണ്ട ഒരേ ഒരു മാർഗം, അതിപ്രധാന മാർഗം മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളില്ലാതെ അബ്ദുള്ളാകാൻ പറ്റുമോ? മുത്തുനബി ഇല്ലാതെ അബ്ദുള്ളാകാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, അബൂബക്കറെ, സിദ്ദീഖിന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ ഒരാളുടെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല കേട്ടോ സയ്യിദുനാ റസൂലുള്ളാഹ്. ഇത് കേട്ട മനുഷ്യൻ നിന്ന് കരയാൻ. ആര്? ആര്? സയ്യിദുനാ അബൂബക്കറിന്. സിദ്ദീഖിന്റെ പൈസ എന്ന് പറഞ്ഞത് ശരിയായില്ലട്ടോ നബിയെ. സിദ്ദീഖിന്റെ സമ്പത്തും അങ്ങയുടേതല്ലേ നബിയെ? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. ഇതാണ് അബ്ദുള്ള. ഗാറു സൗറിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ടുപോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞെന്താ? അങ്ങ് പുറത്ത് നിൽക്കണോട്ടോ, അങ്ങ് പുറത്ത് നിൽക്കണം, ഞാനൊന്ന് അകത്തോട്ട് കയറട്ടെ. അല്ല, അപ്പം അബൂബക്കറോ? അതിന് അബൂബക്കർ ഇല്ലല്ലോ. ഈ മനസ്സിൽ ആരില്ല? അബൂബക്കറിന്റെ മനസ്സിൽ ആരില്ല? അബൂബക്കർ ഇല്ലല്ലോ. ഇവിടെ റസൂലുള്ളാഹിയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അബൂബക്കർ ഉണ്ടെങ്കിലല്ലേ എനിക്ക് കയറാൻ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ അബൂബക്കർ ഇല്ലല്ലോ. ഇവിടെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്.
അവിടെ ഇങ്ങനെ ഓരോ മാളങ്ങളും വൃത്തിയാക്കുമ്പോ കയ്യിൽ മുറിവേറ്റു, വിരലിനോട് പറയും അവിടെ അടങ്ങി നിന്നോ, ഒരു വിരലല്ലേ, സാരമില്ല അങ്ങോട്ട് പോട്ടെ. മുഴുവൻ അടച്ചിങ്ങനെ വൃത്തിയാക്കുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങള് അവിടെ നിന്ന് ഇങ്ങനെ കടന്നു വരുമ്പോ റസൂലുള്ളാഹിനെ വിളിക്കാൻ, ചാലി യാ റസൂലല്ലാഹ്. അവിടുത്തെ കാലിങ്ങനെ ഒരു മാളം മാത്രം അടക്കാനുണ്ടായിരുന്നു, അതിലേക്ക് അവിടുത്തെ കാൽപ്പത്തി ചേർത്ത് വെച്ചിട്ട് ആ പരിശുദ്ധമായ മടിയിലേക്ക് കിടത്തുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ആ കാലില് പാമ്പ് കടിച്ചില്ലേ. ലോകത്ത് എല്ലാ മനുഷ്യന്മാരും കൂടെ ഒരുമിച്ച് നിന്ന് വലിച്ചാലും ആ കാല അനങ്ങൂല അവിടെ നിന്ന്. കാരണം അത് ലോകരാജാവിന്റെ തലേണിയാ. ആ കാല് നീട്ടിയിരിക്കണം മനുഷ്യന്റെ കൽബിലുള്ളത് അബൂബക്കറല്ല, മുഹമ്മദ് മുസ്തഫ തങ്ങള. എങ്ങനെ അനങ്ങാനാണ് ആ കാല്, എങ്ങനെ അനങ്ങും ആ കാല്? പക്ഷെ കടിയുടെ ആഘാതത്തിൽ ഓട്ടോമാറ്റിക്കലി കണ്ണിൽ നിന്ന് ഇത്തിരി കണ്ണീര് വീണു. ആരുടെ മുഖത്തേക്കാ വീണത്? സയ്യിദുനാ റസൂലുള്ളാഹ്. ഞെട്ടി, എന്ത് പറ്റി അബൂബക്കർ, എന്ത് പറ്റി? രണ്ടുത്തരാണ് പറഞ്ഞത്, ഒന്ന് ചോദ്യത്തിന്റെ ഉത്തരം, ഒന്ന് അബൂബക്കറിന്റെ ഉത്തരം. പാമ്പേതാണ്ട് കടിച്ചതാണ് നബിയെ. രണ്ടാമത്തെ ഉത്തരം എന്താ? ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. അറിഞ്ഞുകൊണ്ട് കണ്ണീര് വന്നതല്ലട്ടോ നബിയെ, അറിയാതെ വന്നതാണ്, മാപ്പാക്കണോട്ടോ യാ റസൂലല്ലാഹ്. കാലിൽ പാമ്പ് കടിയേറ്റിട്ടൊരു മനുഷ്യൻ പറയാണ്, പുണ്യമദീന പള്ളിയിൻ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങലുമാറ്റിയതോർത്ത് കരയും പാപി ഞാനാണേ. എന്താണ് അവര്? ഞാനിങ്ങനെ കോളേജിലേക്ക് വന്നൊഴിക്കാണ് ഈ പാട്ടിങ്ങനെ കേൾക്കണത്. പ്രശ്നം ഞാൻ ഇങ്ങനെ കരയാനിരുന്നിട്ട്, പുണ്യമദീന പള്ളിയിൻ മൂലയിൽ തെങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങലുമാറ്റിയതോർത്ത് കരയും പാപി ഞാനാണേ. പുതിയ മിമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് അഷ്റഫുൽ ഹൽക്ക് സയ്യിദുനാ റസൂലുള്ളാഹ്. മുത്തുനബി അവിടെ നിന്ന് ഇങ്ങനെ ഹുത്തുബോധാൻ നിൽക്കുമ്പോണ്ട് ഒരു കരച്ചിൽ കേൾക്കുക, ഒരു വിങ്ങിപ്പൊട്ടുന്നത് പോലെ. നോക്കുമ്പോ എന്താ കരയണത്? അവിടുത്തെ പഴയ മിമ്പറാ, സഹിക്കാൻ പറ്റണില്ല. എന്നിൽ നിന്ന് എന്റെ റസൂൽ അടുത്ത മിമ്പറിലേക്ക് പോയോ? ആ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ പഴയ ഈത്തപ്പന കൊണ്ടുള്ള മിമ്പറിനെ സാന്ത്വനിപ്പിക്കുന്ന ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ്. കല്ലിനോടും മണ്ണിനോടും ഒക്കെ കാരുണ്യമുള്ള നേതാവ് ഉമ്മത്തിനെ കൈവിടൂലല്ലോ, ഒരു പ്രതീക്ഷയാണ്. ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله. الشفاعة هب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي لا إله إلا الله شرعتولي رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അപ്പോ ഈ അബൂബക്കറിന്റെ ക്വാളിറ്റി ഉള്ളവരാണ് ആരായി മാറുക? അബ്ദുള്ളയായി മാറുക. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ പറയാം റമളാൻ ആദ്യ 10 എന്തിന്റെ വച്ച? എന്തിന്റെ വച്ചത്? കാരുണ്യത്തിന്റെ വച്ച്. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. എന്നാ റസൂലുള്ളാഹിക്ക് ഒരു പേരുണ്ട്, റഊഫുർ റഹീം. ഖുർആൻ പറയാ അള്ളാന്റെ കാരുണ്യം ഓഹരി വെച്ച് കൊടുക്കാൻ അള്ളാഹ് നിയോഗിച്ച അള്ളാന്റെ ഏറ്റവും ശ്രേഷ്ഠരായ അടിമ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്ക് കിട്ടുന്ന ഓരോ കാരുണ്യവും മുത്തുനബിയിലൂടെയാണ്. മുത്തുനബി ഇല്ലാതെ അള്ളാനെ കിട്ടൂല. മുത്തുനബിയെ മഹബത്ത് വെക്കാതെ അള്ളാനെ ഉൾക്കൊള്ളാൻ പറ്റൂല. സയ്യിദുനാ റസൂലുള്ളാഹ്.
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സറിഞ്ഞ് ഹബീബിനെ പ്രണയിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടൊരു റമളാൻ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى حضرات آله وأهل بيته وخلفائه الراشدين المهديين وأزواجه الطاهرات أمهات المؤمنين وسائر الصحابة أجمعين. وإلى حضرة شيخنا وغوثنا غوث الأعظم القطب الرباني والغوث الصمداني السيد عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة شيخنا شمس دائرة العرفان الشيخ أبي الفضل السيد محمد جلال الدين القادري الصوفي قدس الله سره العزيز. وإلى حضرة سائر مشايخنا في السلسلة القادرية والرفاعية والنقشبندية والزهروردية قدس الله أسرارهم ونفعنا بهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വലാത്ത്. അദ്ദുആഉ മൗഖൂഫുൻ ബൈന അസ്സമാഇ വൽ അർദ്. അല്ലേ, ആകാശഭൂമിയുടെ മധ്യേ നമ്മുടെ പ്രാർത്ഥനകൾ തടയപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിങ്ങനെ സ്റ്റക്കായി നിൽക്കും. അത് ഉയർന്നു പോകണമെങ്കിൽ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹ് അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൃഷ്ടി ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ രഹസ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ മേലുള്ള സ്വലാത്ത് കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. لا إله إلا
അൻത യാ ഹയ്യു യാ ഖയ്യൂം. ഈ യാ ഹയ്യു യാ ഖയ്യൂം വല്ലാത്ത അത്ഭുതം നിറഞ്ഞ ദിക്റാണ്. ഹയ്യ് എന്ന് പറഞ്ഞ എന്താ? എന്നെന്നും ജീവിച്ചിരിക്കുന്ന പടച്ചോനെ. യഥാർത്ഥത്തിൽ ജീവനുള്ളത് ആർക്ക് മാത്രമാണ്? ആർക്ക് മാത്രം? നമ്മിലുള്ളത് അവന്റെ ഹയാത്താണ്. ആത്യന്തികമായി ഹയാത്തുള്ള ഒരുത്തനേയുള്ളൂ. ആരത്? എനിക്ക് ഹയാത്തില്ല റബ്ബേ, ഞാൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനോ അല്ല റബ്ബേ, നിന്റെ ഹയാത്താണ് എന്നിലൂടെ നടപ്പാകുന്നത്. ഖയ്യൂം, നിലനിൽക്കുന്നവനും ആരാ? ആരാ? എന്നെ നിലനിർത്തുന്നതാരാ? അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങള് ബദറിന്റെ രാത്രിയിൽ ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് ദ്വാരക്കണത്. പടച്ചോനെ, യാ ഹയ്യു യാ ഖയ്യൂം, ഈ ചെറു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ഈ ലോകത്ത് മനുഷ്യരുണ്ടാകില്ല. അല്ലാഹ് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. യാ ഹയ്യു യാ ഖയ്യൂം മുത്തുനബിയെ ബോധ്യത്തിൽ ചൊല്ലിയപ്പോ ആ ചെറു സംഘത്തെ അല്ലാഹു ധീരന്മാരാക്കി തീർത്തു, വലിയ പർവ്വത സമാനരാക്കി തീർത്തു. ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു ബദറില്, ചെറിയ കുട്ടി. ആ കുട്ടി ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാൻ, ആ കുഞ്ഞിനെ എനിക്ക് പേടിയായിട്ട് പാടില്ല, അവനെ സൂക്ഷിക്കോ, ഇപ്പൊ യുദ്ധം ചെയ്യോ, അവനെ സൂക്ഷിക്കോ, യുദ്ധം ചെയ്യോ. പിന്നെ നോക്കുമ്പോ കാണുന്നത് ആ ചെറിയ കുട്ടി ഇസ്ലാമിന്റെ ശത്രുവായ അബൂജഹലിന്റെ തലയെടുത്തതാണ്. അപ്പൊ ഉടനെ പറയുന്നുണ്ട്, ഞാൻ കുട്ടികൾക്കിടയിലല്ല, മുഅവ്വിദും മുആദും കുൻതു ബൈനൽ ജബലൈൻ, രണ്ട് മലകൾക്കിടയിലാണ് ഞാൻ നിന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പർവ്വത സമാനരായി മാറിയെന്നാണ്. അത്ര അത്ഭുതമാണ് ഈ ദിക്ർ. ഇവിടെ ഒക്കെ ഈ ദിക്റൊന്നും വെറുതെ ചൊല്ലിയിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ ഒരു ബോധ്യമാണ്, തിരിച്ചറിവാണ്. പടച്ചോനെ, എന്നെ കൊണ്ട് പറ്റൂലല്ലാ, എനിക്ക് ജീവനില്ലല്ലാ, ജീവനുള്ളവൻ നീ മാത്രം. ഞാൻ സ്വയമേ നിലനിൽക്കുന്നവനല്ലല്ല, അങ്ങനെ നിലനിൽക്കുന്ന നീ മാത്രം. നീയാണ് എന്നെ നിലനിർത്തുന്നത്. എനിക്കെന്ത് കഴിവുള്ളത്? എനിക്കൊന്നുമില്ലല്ലോ. എനിക്ക് തരുന്നത് നീയല്ലേ, എന്നെ നോക്കുന്നത് നീയല്ലേ, എന്നെ കഴിപ്പിക്കുന്നത് നീയല്ലേ, എന്നെ ഉറക്കുന്നത് നീയല്ലേ, എനിക്ക് വെള്ളം തരുന്നത്, എന്നെ കുടിപ്പിക്കുന്നത്, എന്നെ വിസർജിപ്പിക്കുന്നത് പോലും നീയല്ലേ പടച്ചോനെ. അങ്ങനെയുള്ള നീയല്ലേ നിലനിൽക്കുന്നവൻ. എനിക്ക് നിലനിൽപ്പില്ലല്ല, നീയാണ് നിലനിൽക്കുന്നവൻ. ആ നീ എന്നെ കൈവിടൂല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. മനസ്സറിഞ്ഞു പറഞ്ഞ്, ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം, ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം, ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം, ഇലാഹി അദ്ഹിർ ഇലാ ളാഹിരി സുൽത്താന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹി അദ്ഹിർ ഇലാ ളാഹിരി സുൽത്താന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹി അദ്ഹിർ ഇലാ ളാഹിരി സുൽത്താന ലാ ഇലാഹ ഇല്ലല്ലാഹ്, വഹഖിഖ് ബാത്തിനി ബിഹഖായിഖി ലാ ഇലാഹ ഇല്ലല്ലാഹ്, വഹഖിഖ് ബാത്തിനി ബിഹഖായിഖി ലാ ഇലാഹ ഇല്ലല്ലാഹ്, وحقق باطني بحقائق لا إله إلا الله، واستغرق فيك ظاهري سلطان لا إله إلا الله. നമ്മുടെ സദസ്സിലേക്ക് വന്ന ആളുകളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ നടത്തിത്തരാൻ നമുക്കാരേ ഉള്ളൂ? ഈ സങ്കടങ്ങളൊക്കെ തീർത്തു തരുന്നത് ആരാ? ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. നമ്മളെ ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ഖുദ്സിയായ ഹദീസ്. അന ഇൻദ വന്നി അബ്ദീ ബി,
എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കണത്, എന്നെങ്ങനെയാണോ മനസ്സിലാക്കണത്, ഞാൻ അങ്ങനെയായിത്തീരും. ആരാ പറയണേ? അല്ലാഹ്. എൻ്റെ അല്ലാഹ്ക്ക് എന്നോടൊരു സ്നേഹമില്ല, എൻ്റെ പടച്ചോന് കാരുണ്യമില്ല. അങ്ങനെയാണ് നീ പടച്ചോനെ മനസ്സിലാക്കിയതെങ്കിൽ നിനക്ക് അങ്ങനെ തന്നെ അനുഭവിക്കാൻ പറ്റും. അല്ല, എൻ്റെ റബ്ബ് കടം വീട്ടും, കടം വീടും. എൻ്റെ റബ്ബ് രോഗം മാറ്റും, രോഗം മാറും. എൻ്റെ റബ്ബിന്റെ പ്രയാസങ്ങളൊക്കെ തീർക്കും, പ്രയാസങ്ങൾ തീരും. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എൻ്റെ പ്രയാസം മാറണില്ലല്ലോ എന്നാണ്. ഒറ്റ കണ്ടീഷൻ ആ ഹദീസിൽ തന്നെ ഉണ്ട്. അന ഇന്ദ ലന്നി അബ്ദീ ബി. എൻ്റെ അടിമ. ആരുടെ അടിമ? സമ്പത്തിന്റെ അടിമയല്ല, അഹങ്കാരത്തിന്റെ അടിമയല്ല, കാമാർത്തിയുടെ അടിമയല്ല. അള്ളാന്റെ അടിമ. അവനെ കുറിച്ച് വിചാരിക്കണത് എന്തോ അവൻ അങ്ങനെയായിത്തീരും. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. അല്ലേ? ഇപ്പൊ നമ്മുടെയൊക്കെ മുമ്പിൽ ഈ ചെറിയ ദിക്ർ ഹൽക്കലൊക്കെ ബക്കറ്റുകൾ വരുമ്പോഴേ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ നേരത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഞാൻ സമ്പത്തിന്റെ അടിമയാണോ അള്ളാന്റെ അടിമയാണോ? ആരുടെ അടിമയാണ്? അല്ലേ? എൻ്റെ അടിമ, എൻ്റെ അടിമ, എൻ്റെ അടിമ. റബ്ബുൽ ആലമീന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിന്റെ അടിമയായി മാറിയ മനുഷ്യൻ എന്താണോ എന്നെ കുറിച്ച് വിചാരിക്കുന്നത്, ഞാൻ അങ്ങനെയായിത്തീരും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് അവനല്ലാതെ ആരുമില്ല. മനസ്സറിഞ്ഞ് ദിക്ർ ചൊല്ലല്ലേ? ചൊല്ലൂലേ? അല്ലാഹു കബൂൽ ചെയ്യട്ടെ. രണ്ടൊരു ബൈത്തിലേക്ക് അഹ്മദുല്ലാഹൽ ബലി സ്വല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൻ മുൻജലിയ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് توبة طالبت منك يا شفيع المذنبين توبي طهر عن سواك سيدي خير النبي لا إله إلا الله لا إله إلا الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഇനി കടന്നു വരുന്ന മാസം ഏതാ? റമദാൻ. റമദാനില് പട്ടിണി കിടക്കണം എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവാനാ. എന്ത് ശരിയാവാനാ? നിങ്ങൾ പറയണില്ല. എല്ലാ കൊല്ലത്തെയും റമദാൻ പോലെ ആകരുത്. നമ്മുടെ നെഫ്സ് അമ്മാറയെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? നെഫ്സ് അമ്മാറയെ വഴിപ്പെടുത്താൻ പറ്റിയ ഒരു മാർഗം പട്ടിണിയാണ്. ഹബീബ് റസൂലുള്ളാഹ് മനുഷ്യനെ അപകടത്തിലേക്ക് എത്തിക്കുന്നത് വയറിന്റെ വികാരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഫിഹാ ഉഖ്രിജു ആദമു വഹവ്വ മിൻ ദാരിൽ ഖറാർ. ഈ വയറിന്റെ വിളിയാണ് ആദമിനെയും ഹവ്വയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് അല്ലേ? ഈ വയറിന്റെ വികാരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹേക്കാൾ മികച്ചു ഒന്നുമില്ല അല്ലേ? അവിടെ വയറിന്റെ വികാരം മികച്ചു വന്നപ്പോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആര്? സയ്യിദുന ആദം വഹവ്വ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് സൂക്ഷിക്കണം ശഹ്വത്തുൽ ബത്തൻ, വയറിന്റെ വികാരത്തെ. അതിനാണ് അല്ലാഹ് നമുക്ക് നോമ്പ് വന്നിട്ടുള്ളത്, അല്ലാതെ നമ്മളെ പട്ടിണി കിടന്നതിനാ. റബ്ബ് നമ്മളെങ്ങനെ പരുവപ്പെടുത്തി എടുക്കാൻ, അവന്റെ അബ്ദാക്കി മാറ്റാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബ് എന്നെ പട്ടിണി കിടത്തി കൊല്ലാനല്ല ഈ തരുന്നത്, അവന്റെ അബ്ദാകാനുള്ള ഏറ്റവും നല്ല ട്രെയിനിങ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ നോമ്പിനെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതായത് ഫൽ ബത്തു അല തഹ്ഖീഖി യംബുഉ ശഹവാത്ത്. എല്ലാ മോശം വികാരങ്ങളുടെയും തുടക്കം വയറാണ്. കാമഭ്രാന്തിന്റെ തുടക്കം വയറാ. വയറ് നിറച്ച് ഭക്ഷിക്കണോന്ന് അങ്ങനത്തെ ചിന്ത ഉണ്ടാവുള്ളൂ. അഹങ്കാരത്തിന്റെ തുടക്കം വയറിൽ നിന്നാ. അസൂയയുടെ തുടക്കം വയറിൽ നിന്നാ. ദേഷ്യത്തിന്റെ തുടക്കം വയറിൽ നിന്നാ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വെച്ചാൻ. അതുകൊണ്ടല്ലേ പുണ്യനബി പറഞ്ഞത്, യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരെ, നിങ്ങൾക്കൊരു പെണ്ണിനെ പോറ്റാൻ കഴിയുമെങ്കിൽ കല്യാണം കഴിക്കണേ. പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നോമ്പ് പിടിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹ് എന്നെ നോമ്പ് പിടിക്കാൻ പറഞ്ഞത്? പട്ടിണി കിടന്നാല് ഇത്തരം വികാരങ്ങളെ ശമിപ്പിക്കാൻ പറ്റും. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ് കണ്ടോ? ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പ് പിടിക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രോഗങ്ങൾ മുളപ്പിക്കുന്ന കേന്ദ്രമാണെന്നാണ്. മനസ്സിന്റെ രോഗങ്ങൾ പോലും മുളപ്പിക്കുന്നത് വയറാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ വയറിനെ സൂക്ഷിക്കാനും കൂടെയാണ് നമുക്ക് ഈ നോമ്പ്. ഇതിലൂടെ ട്രെയിനിങ് എടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് റെഡിയാക്കാനുള്ള വഴി നോക്കണം. അള്ളാഹനെ മഹബത്ത് വെച്ചുകൊണ്ട് നോമ്പെടുക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഹദീസ് വെച്ചുകൊണ്ട് ഗസാലി ഇമാമിനെ പോലുള്ളവര് നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരികയാണ്. ഫലൗ ദല്ലലൽ അബ്ദു നഫ്സഹു ബിൽ ജൂഅ്, പട്ടിണി കൊണ്ടൊരു മനുഷ്യൻ, വിശപ്പ് കൊണ്ടൊരു മനുഷ്യൻ ശരീരത്തെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ചാൽ പിശാചിന്റെ വഴി പോലും അള്ളാഹു ബ്ലോക്കാക്കി കളയും. നമ്മുടെ രക്തത്തിലൂടെ എവിടെയെല്ലാം രക്തമുണ്ടോ അവിടെ കാര്യം സഞ്ചരിക്കും. എന്നാൽ വിശപ്പ് കൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന മനുഷ്യൻ പിശാചിന്റെ വഴി അങ്ങ് ബ്ലോക്കാക്കി കളയും. ആർക്ക് വേണ്ടി വിശപ്പ്? അള്ളാഹ്ക്ക് വേണ്ടി. അള്ളാഹ്ക്ക് വേണ്ടി. ഇതൊരു ട്രെയിനിങ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് റെഡിയാക്കി എടുക്കണം? ഈ നമ്മുടെ പൂർവികരായ മഹാരഥന്മാർക്ക് ഒറ്റ ദിവസം കൊണ്ടങ്ങ് വലിയ കുത്തുബുൽ അക്താബുകളായതല്ല. ഇതൊരു കഠിന പരിശീലനമാണ്. നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോഴേക്ക് കുത്തുബുൽ അക്താബ് ആവൂല. ഔലിയാക്കൾ അവരത്രമേൽ കഷ്ടപ്പെട്ട് അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത്, അവർക്ക് ശരീരം എന്ന് പറയുന്ന സാധനത്തിനെ തന്നെ നോട്ടല്ല. ആ ശരീരത്തെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്ന അത്ര പണിയെടുപ്പിച്ചു. നമുക്ക് ചെറിയൊരു ക്ഷീണം വന്നാൽ ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ വരെ നമുക്ക് മടിയാ. പിന്നെ എങ്ങനെ നമ്മൾ അള്ളാന്റെ ഔലിയാക്കളുടെ ആളുകളാവണേ? അവര് ശരീരത്തെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്ന അത്ര പണിയെടുപ്പിച്ചു. അങ്ങനെ ആയിരുന്നില്ലേ സയ്യിദി ഖുത്ബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ജാഹദു അൻഫുസകും ബിൽ ജൂഅ്, നിങ്ങളുടെ നഫ്സിനെ ജിഹാദ് ചെയ്യണം. നഫ്സ് കൊണ്ട് ജിഹാദ് ചെയ്യണം. നഫ്സിനോട് ജിഹാദ് ചെയ്യണം. എന്തുകൊണ്ട്? ബിൽ ജൂഅ്, വിശപ്പ് കൊണ്ട് ജിഹാദ് ചെയ്യണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നിട്ട് പറയുന്നുണ്ട്, സയ്യിദുൽ അഅമാൽ, ഏറ്റവും നല്ല കർമ്മം ഏതാണെന്നറിയോ? അൽ ജൂഅ്, വിശപ്പാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിശന്നൊട്ടിയ വയറും കൊണ്ടാണ് ബദരീങ്ങൾ ജയിച്ചത്, അല്ലേ? ഖന്തക്ക് യുദ്ധം ജയിച്ചത് ഈ വിശന്നിട്ട് വയറ്റിൽ കല്ല് കെട്ടി വെച്ചിട്ട് അള്ളാഹിനെ കുറിച്ചുള്ള പാട്ട് പാടിയിട്ടാണ്. പക്ഷെ ഇതൊന്നും ഇടങ്ങേറായിരുന്നില്ല അവർക്ക്. വയറ്റിൽ കല്ല് കെട്ടി വെച്ചിട്ട് പാട്ട് പാടാൻ സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. അൻസാറുകൾ അവിടെ നിന്ന് ഇങ്ങനെ മറുപടി എന്നോണം പാട്ട് പാടുക. അവരുടെ നഫ്സിനെ ജിഹാദ് ചെയ്ത്, വിശപ്പ് കൊണ്ട് ജിഹാദ് ചെയ്ത് ആ നഫ്സ് അമ്മാറയിൽ നിന്ന് പുറത്തു കടക്കാൻ പരിശ്രമിച്ചവർ. അതിന്റെ ഒരു മാർഗ്ഗം അതാണ്, നന്നായി അധ്വാനിക്കാൻ ഈ നോമ്പിലൂടെ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിച്ചറിയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജദ്ദിദു ഈമാനക്കും, മനസ്സറിഞ്ഞ് എൻ്റെ റബ്ബ്, ഞാൻ അവൻ്റെ അടിമയായി മാറണം എന്നുള്ള ബോധ്യത്തിൽ, അല്ലേ? ഞാൻ അവൻ്റെ അടിമയാണ്. ഞാൻ ഈ ജിഹാദ് എത്രയൊക്കെ ചെയ്താലും ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ പടച്ചോൻ്റെ കരുണയില്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? എൻ്റെ ജിഹാദൊന്നും അല്ല ഇവിടെ വിജയിക്കണത്, അവൻ്റെ കാരുണ്യാണ്. ആദ്യമായി കലമു പടച്ചോടനെ അള്ള എഴുതിയത് എന്താ? സബഖത്ത് റഹ്മത്തി ഗളബി, എൻ്റെ കോപത്തെ എൻ്റെ കാരുണ്യം മുൻകടന്നിരിക്കുന്നു. അതാണ് പടച്ചോൻ ആദ്യമായിട്ട് എഴുതിയതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നാലോചിക്കെ, അങ്ങനെയുള്ള റബ്ബിന്റെ അടിമകളാണ് നമ്മൾ. ആ കാരുണ്യത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ എൻ്റെ കൽബിന്റെ റബ്ബ് തുറന്നു തരുമെന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെ ഇബ്രാഹിം നബിക്ക് തീകുണ്ടാരം തണുപ്പാക്കി കൊടുത്ത അള്ളാഹ്, ആഴക്കടലിൽ നിന്ന് യൂനുസ് നബിയെ പുറത്തെത്തിച്ച അള്ളാഹ്, മാരക രോഗങ്ങളിൽ നിന്ന് അയ്യൂബ് നബിയെ നിമിഷാർദ്ധം കൊണ്ട് മാറ്റിയെടുത്ത അള്ളാഹ്, ആ റബ്ബ് തന്നെയാണ് എന്റെയും റബ്ബ്. അവൻ മരിച്ചുപോയോ? ഹയ്യുൻ ലാ യമൂത്ത്, മരണമില്ലാത്ത നാഥൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന നാഥൻ. എനിക്ക് സ്വന്തമായിട്ട് ജീവിതമില്ല, മരണവും എപ്പോ വേണമെങ്കിലും എനിക്ക് സംഭവിക്കാം, അല്ലേ? ഇതൊന്നുമില്ലാത്ത എൻ്റെ നാഥൻ, ആ റബ്ബിന്റെ അടിമയാണ് ഞാൻ. ആ ബോധ്യത്തിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
لا إله إلا الله 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 لا إله لا إله إلا الله 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 ഒരു നിമിഷം ഏത് റബ്ബിനെയാണ് നമ്മൾ ഈ സ്മരിക്കണത്? റബ്ബ് എവിടെയുണ്ട്? നമ്മൾ മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഒരാൾ പറയണം, എടാ ഇന്ന് രാത്രി നിന്നെ ഞാൻ അട്ടിക്കും, 12 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ നീ നോക്കിക്കോ, നിന്നെ അട്ടിക്കും ഞാൻ. നമ്മൾ പേടിച്ച് വിറച്ചിരിക്കുമ്പോൾ നല്ല മല്ലനായ ഒരാൾ വന്നിട്ട് പറയാം, നീ വിഷമിക്കണ്ട കേട്ടോ, നീ കിടന്നുറങ്ങിക്കോ, ഞാൻ കാവൽ നിന്നോളാം. നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങൂലേ? ഉറങ്ങും. എന്തേ കാരണം? ആരിൽ തവക്കുൽ ചെയ്തു? ആ മല്ലനായ മനുഷ്യനിൽ. മോളെ കെട്ടിക്കണം, 10 വയസ്സില്ല,
അപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അഹമ്മദ് ഹാജി എന്നിട്ട് പറയണത്, എടാ പേടിക്കണ്ട, ഞാനൊരു 25 പവനങ്ങ് തരാം, നീ സുഖമായിട്ട് ഇറങ്ങിക്കോ. ഉറങ്ങൂലേ? ആരില് തവക്കുൽ ചെയ്തു? അഹമ്മദ് ഹാജിയിൽ തവക്കുലാക്കിയില്ലേ? എന്നാൽ ഈ അഹമ്മദ് ഹാജിയെയും ഈ ജിമ്മനെയും ഒക്കെ പടച്ച ഒരു റബ്ബിനെ നമ്മളെന്താ മറന്നു പോണത്? തവക്കുൽതു അലല്ലാഹ് വെറുതെ പറയാനുള്ള ഒരു സംഗതി മാത്രമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ഈ അഹമ്മദ് ഹാജിയുടെ വില നമ്മൾ അള്ളാഹ് കൊടുക്കുന്നുണ്ടോ? وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. നബിയേ നബിയേ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ദൂരെയാണെന്നൊന്നുമല്ല, ഞാൻ അടുത്തുണ്ട്, ഞാൻ അടുത്തുണ്ട്. ആ റബ്ബിനെയാണ് നമ്മൾ തിരിച്ചറിയാതെ പോണത് അല്ലേ? എൻ്റെ കണ്ടനാടിയേക്കാൾ എന്നോടടുത്ത എൻ്റെ നാഥൻ, ആ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടായിട്ട് എന്തേ നമുക്ക് അവനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് അല്ലേ? ജിബ്രീൽ വന്ന് ചോദിക്കുന്ന എന്താ? ഇബ്രാഹിം നബി എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ടല്ലോ. ഇത് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ഇടപാടല്ലേ. എന്നെ എൻ്റെ റബ്ബ് കരിക്കൂല എന്നുള്ള ബോധ്യം ആർക്കുണ്ട്? ഇനി കരിച്ചാലും എനിക്കത് ഇഷ്ടമാണ് എന്നുള്ള ബോധ്യം ആർക്കുണ്ട്? ഖലീലുല്ലാഹി ഇബ്രാഹിം. റബ്ബ് കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവിലാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫലം ചെയ്യുക അല്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൽബില് അല്ലാതെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവനിലേക്കുള്ള വസീലകളല്ലാതെ ഒന്നും ഉണ്ടാകാൻ പാടില്ല കൽബിൽ. ബാക്കിയൊക്കെ കൽബിന്റെ പുറത്താകണം. റബ്ബുൽ ആലമീനായ അല്ലാഹ്, ആ റബ്ബിന്റെ കൂടെ ഉണ്ട്. ആ റബ്ബ് എവിടെ ഉണ്ട്? ആര് കൈവിട്ടാലും എൻ്റെ റബ്ബെന്നെ കൈവിടോ? ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ആഴക്കടലിൽ പോയി കിടന്നപ്പോഴും ഞാൻ തനിച്ചല്ല എന്ന് തിരിച്ചറിയുന്നുണ്ടാര്? നബിയുല്ലാഹി യൂനുസ്. ലാ ഇലാഹ ഇല്ലാ അൻത. ഏയ്, അടുത്തുള്ള റബ്ബിനോടാണോ പറയണത്? ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ എനിക്കൊരു ഇലാഹില്ല കേട്ടോ പഠിച്ചാനെ. എവിടെയുള്ളൊരു റബ്ബിനെ വിളിക്കല്ല. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതൊരു റബ്ബ് എനിക്കില്ല കേട്ടോ പഠിച്ചാനെ. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ. ഞാൻ അക്രമികളിൽപ്പെട്ടവനാണല്ലാ. നബിയുല്ലാഹി യൂനുസ് കൂടാരുണ്ട്, അവൻ നമ്മളെ കൈവിടുവോ? ആ ബോധ്യത്തിൽ ഒരു 11 തവണ കൂടെ ചൊല്ലിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ മിൻ വിസ്രി വമിൻ സലലി വമിൻ ഉയൂബി വമിൻ ذنبي ومن خجلي مولاي صلي وسلم دائما أبدا. أستغفر الله فيما قلته سفاها، أستغفر الله من علمي ومن عملي مولاي.
അസ്തഗ്ഫിറുല്ലാഹ മിമ്മാ ഖദ് ആതൈതു ബിഹി മുറായിയാൻ വഫൂതു റൻകാന ഫീ അജലി മൗലായ സല്ലി വസല്ലിം. റമളാനാകുമ്പോൾ അല്ലാഹു സ്വർഗം തുറന്നിടും. നരകം, ഏതാണ് ഈ സ്വർഗവും നരകം? ഇത് ആഖിറത്തിലെ കഥ മാത്രമൊന്നുമല്ല. ദുനിയാവിലും വേണം നമുക്ക് സ്വർഗം. വേണ്ടേ? വേണ്ടേ? ദുനിയാവിലും ഉണ്ട് നരകം. ഏതാ ദുനിയാവിലെ നരകം? നാറുല്ലാഹിൽ മൂഖദ അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ. കൽബിന്റെ അകത്ത് കത്തുന്ന തീയുണ്ട്, നരകണ്ട്. നരകത്തീ പോലെ ഹൃദയത്തിൽ കത്തിക്കരിയുന്ന തീ. ഏതാണത്? അതാണ് ടെൻഷൻ. കോടീശ്വരനാണ്, സമാധാനമില്ല. സ്വർഗാണോ നരകാണോ ഈ ദുനിയാവിലവന്? എന്താണ്? നരകാണ് അല്ലേ? ഈ ദുനിയാവിലെ സമാധാനാണ് സ്വർഗം, ഈ ദുനിയാവിലെ ടെൻഷനാണ് നരകം. റമളാൻ കൊണ്ട് അല്ലാഹ് അതും മാറ്റിത്തരണം. ഇസ്തിഗ്ഫാർ കൊണ്ട് ധാരാളം ധാരാളം നമ്മുടെ കൽബ് കഴുകാൻ പറ്റണം. അല്ലാഹുവോട് പാപമോചനം തേടുക. വഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. സൂറത്തുൽ നൂഹിൽ അല്ലാഹു പറയാ, ഇസ്തിഗ്ഫാർ കൊണ്ട് പാപം പൊറുക്കൽ മാത്രമൊന്നുമില്ല, ആകാശത്തുനിന്ന് മഴ പെയ്യും, നിങ്ങൾക്ക് മക്കളെ കിട്ടും. വയുംദിദുക്കും ബി അംവാലിം വ ബനീൻ, മക്കളെയും കിട്ടും, പൈസയും കിട്ടും. ഏതുകൊണ്ട്? ഇസ്തിഗ്ഫാർ ഉണ്ട്. ലക്ഷ്യം എന്താകണം? അള്ളയാകണം. അപ്പോഴേ അത് ഇസ്തിഗ്ഫാർ ആവുള്ളൂ. ആ ഇസ്തിഗ്ഫാർ കൊണ്ട് ഹൃദയം കഴുകിയാൽ നിങ്ങൾക്ക് പടച്ചോൻ എല്ലാം തരും, എല്ലാം തരും. വിശുദ്ധ ഖുർആൻ. അതെല്ലാം തരണമെങ്കിൽ റബ്ബിനെ തിരിച്ചറിയണം. അത് മറ്റൊരു ടോപ്പിക്കാണ്. ഇസ്തിഗ്ഫാർ കൊണ്ട് എല്ലാം കിട്ടുന്ന മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കേ. അസ്തഗ്ഫിറുല്ലാഹ മിമ്മാ ലാ ഉബാദി ബിഹി ശുക്റൽ മുഹൈമിനി ഫി അംരിൻ തസഹല ലി മൗലായ. അസ്തഗ്ഫിറുല്ലാഹ മിൻ നഫ്സിൻ തുറാവിദുനി അലൽ മആസി വശൈത്വാനിൻ യുവസ്വിസു ലി മൗലായ. സല്ലിം ദായിമൻ അബദൻ ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي. على حبيبك خير كلهم يا ربي بالمصطفى بلغ مقاصدنا
فاغفر لنا ما مضى يا واسع الكرم مولاي اللهم طهر قلوبنا عن غيرك ونفر قلوبنا بنور معرفتك. എൻ്റെ ഹൃദയത്തിന് പ്രകാശം തരണേ, കൽബൊന്ന് തുറന്നു തരണേ എന്നാണ്. അത് ദുആ കൊണ്ട് മാത്രം സാധ്യമാകുന്നൊരു കാര്യമൊന്നുമല്ല. പല രൂപത്തിലുള്ള ജിഹാദും വേണം. അതിപ്രധാനമായത് സുഹബത്താണ്. അള്ളാഹുവിനെ അറിഞ്ഞവരുമായുള്ള സുഹബത്ത്, സ്വാലിഹീങ്ങളുമായുള്ള സുഹബത്ത്. അത് വഫാത്തായ മഹാന്മാരെ ആണെങ്കിലും ഇടക്കിടക്ക് പോയി ഒന്ന് സിയാറത്ത് ചെയ്യണം. ദുനിയാവിൻ്റെ കഥ പറയാനല്ല, ദുനിയാവിൻ്റെ കാര്യം പറയാനല്ല, ഇതൊക്കെ ലോ ക്ലാസ് കാര്യമല്ലേ. ഈ കൽബൊന്ന് തുറന്നു കിട്ടാൻ, അവരെല്ലാം റബ്ബിനെ ആസ്വദിച്ചതുപോലെ നിന്നെ എനിക്കൊന്നറിയണം പഠിച്ചോനെ, ആ കൊതിയോടുകൂടെ സുഹബ വേണം നമ്മിൽ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ നവ്വിർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക് ബിഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പല ആളുകളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ ആമീൻ പറയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബേ ഖുദാ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്, തർബിയത്ത് നൽകണേ അല്ലാഹ്, നദുറ നൽകണേ അല്ലാഹ്. ആ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ മുറാദുകളെല്ലാം ഹാസിലാക്കണേ അല്ലാഹ്. ടെൻഷനുകളെല്ലാം അകറ്റണേ അല്ലാഹ്, മനസ്സമാധാനം നൽകണേ അല്ലാഹ്. ഈ ദിക്ർ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സമാധാനം തരണേ അല്ലാഹ്. ഏത് പ്രയാസം കൊണ്ടാണോ ഈ സദസ്സിലേക്ക് വന്നത്, ഈ സദസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാഹ്. മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് വാക്ക് നൽകിയത് നീയാണ് റബ്ബേ, നീ വാക്ക് പാലിക്കുന്നവനാണല്ലോ റബ്ബേ. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് മനസ്സമാധാനം നൽകണേ അല്ലാഹ്. സ്വസ്ഥതയോടെ കിടന്നുറങ്ങാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, എത്രയോ അസുഖബാധിതർ ഞങ്ങൾക്കിടയിലുണ്ട്, മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. സർജറിക്ക് വിധേയമാകുന്നവരുണ്ട്, നീ ആജിലായ ശമനം നൽകണേ അല്ലാഹ്. ക്യാൻസർ കൊണ്ട്, ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൽബ് നന്നാക്കണേ അല്ലാഹ്. കൽബിലെ കറകൾ നീങ്ങി നിന്നെ തിരിച്ചറിയുന്ന കൽബാക്കണേ അല്ലാഹ്. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാഹ്. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ശോഭനമായ ഭാവി നൽകണേ അല്ലാഹ്. യാ റബ്ബനാ, മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാഹ്. പടച്ചവനെ, സ്വന്തം മക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരവസ്ഥ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. മരിക്കുവോളം നിന്റെ കാരുണ്യം കൊണ്ട് ആരോഗ്യത്തോടെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. ആർക്കും ഞങ്ങളെ ഭാരമാക്കല്ലേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാഹ്. ഐശ്വര്യം നിലനിർത്തണേ അല്ലാഹ്. ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാഹ്. നിന്റെ മുന്നിലല്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ ഇരക്കേണ്ട ഗതികേടിലേക്ക് ഞങ്ങളെ നീ തള്ളിവിടല്ലേ അല്ലാഹ്.
ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ, ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. യാ റബ്ബനാ വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ലാ. ഏത് മുറാദുമായി ഈ മജ്ലിസിൽ വന്നോ ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. യാ റബ്ബനാ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യപ്പെട്ടവർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. റമദാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ യതീമുകളാക്കല്ലേ അല്ലാ. ജീവിച്ചിരിക്കുമ്പോ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകല്ലേ അല്ലാ. നിന്റെ മുത്തഖീങ്ങളിൽ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ പൊന്നുമ്മ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ലോകത്തിന്റെ നേതാവ് താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. ഈ സദസ്സിൽ നൽകപ്പെടുന്ന ഭക്ഷണത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അതിൽ നീ ശിഫാ നൽകണേ അല്ലാ. കഴിക്കുന്നവർക്ക് രോഗശമനം നൽകണേ അല്ലാ. അതിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്, മുറാദുകൾ പൂർത്തീകരിക്കണേ അല്ലാ. അത് പാക്ക് ചെയ്യാൻ ഓടി വന്ന ചെറിയ കുഞ്ഞു മക്കളടക്കമുള്ള ഒരുപാട് സഹോദരങ്ങൾ, യാ റബ്ബനാ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ആ പൊന്നുമക്കളെ ദീനിന്റെ കാവലാളുകളായി നീ വളർത്തണേ അല്ലാ. ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാ. നിന്റെ ദാക്കിരീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.